ഹലോ, നമസ്കാരം ടാ. എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ വിളിച്ചു. അപ്പൊ ആള് സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ നാട്ടിൽ പോകാനായിട്ട് ആഗ്രഹം, എന്താ പറയാ, വെമ്പി നിൽക്കുന്ന ഒരു മനുഷ്യനാ. അപ്പോ പുള്ളിയുടെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചെങ്കിൽ പുള്ളി 20 വയസ്സിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് 20-21 വയസ്സുള്ളപ്പോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നൊരു മനുഷ്യനാ. എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റുഡന്റ് വിസയിൽ വന്നു, വളരെ കഷ്ടപ്പെട്ട് PR ഒക്കെ എടുത്ത് വളരെ അടിപൊളിയായിട്ട് കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിട്ട് അഫെയർ ആയി, കല്യാണം കഴിച്ചു. രണ്ടുപേരും, വൈഫ് ആറനാണ്, ഇവൻ നേഴ്സായിരുന്നു. പക്ഷെ ഇവനൊരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ ജോലി ഒന്നും അടുത്തതിന് ശേഷം പുള്ളി പതുക്കെ നൈസായിട്ട് ട്രക്കിങ്ങിലേക്കാണ്ട് ഇറങ്ങി. അങ്ങനെ എന്താ പറയാ, ഒരു ട്രക്ക് മേടിച്ചു, ട്രക്ക് മുതലാളിയായി, പിന്നെ വീട് മേടിച്ചു. അങ്ങനെ എല്ലാവിധ സെറ്റപ്പോടും കൂടി പോകുന്നൊരു മനുഷ്യൻ. അപ്പൊ ഇവൻ കുറച്ചു കാലം മുമ്പ് ഒന്ന് വീണു, ട്രക്കിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ഇവൻ വീണു. അങ്ങനെ വീണിട്ട് ഇവന്റെ മുട്ടിന് ചെറിയ പണി കിട്ടി. അതായത് ലിഗ്മെന്റ് അല്ല പറഞ്ഞത്, എനിക്ക് മനസ്സിലായത് 2 എല്ലിന്റെ ഉള്ളിലത്തെ നടുക്കൊരു സാധനം ഉണ്ട്, ഒരു കുഷ്യൻ പോലത്തെ. ആ സാധനം എന്തോ ഡാമേജ് ആയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ നാട്ടിൽ പോയിട്ട് സർജറി ചെയ്ത് ഒരു 2 മാസം റെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് ആശാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളം അവൻ നാട്ടിൽ നിന്നു. അപ്പോ അവന്റെ ഇപ്പൊ കുഴപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ അവന് തിരിച്ചു വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് ആള് ഡിപ്രഷനാ. അതായത് ഈ ഒന്നാമത്തെ കാര്യം, കാലിന് ശരിയാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത്ര കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇത് കുറെ കഴിയുമ്പോൾ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ട് ആൾക്ക്. പിന്നെ എന്താന്ന് വെച്ചെങ്കില് ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം അവന് തിരിച്ച് നാട്ടിലേക്ക് ഒന്ന് റീലൊക്കേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് മൈഗ്രേഷൻ നടത്തണമെന്ന് ഭയങ്കര ഒരു താല്പര്യമായിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവൻ എന്നെ വിളിച്ച് പറഞ്ഞെന്താ വെച്ചാൽ, ഇവന്റെ കുറെ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരാൾ പോലും ഇതിവനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കണില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ യാദൃശ്ചികമായിട്ട് നമ്മുടെ പഴയ ഒരു വീഡിയോ കണ്ടുപോകാൻ. അപ്പൊ അങ്ങനെ അതിനകത്തൊരു 1.5 കോടി കൊണ്ടിട്ട് നാട്ടിൽ പോയ ഒരാളുടെ ഒരു ബുദ്ധിമുട്ടായ അവസ്ഥ പറയണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ പേടി. അങ്ങനെയാണ് ഇവൻ എന്നെ വിളിക്കാനായിട്ട് ഇടയുണ്ടായത്. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു പറഞ്ഞു, മോനെ എങ്ങനെയാണ് നിന്റെ സാമ്പത്തിക സ്രോതസ് പറ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സത്യമായിട്ട് പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഐഡിയ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ ആശാൻ 3 വീട് ഇവിടെ മേടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വീട് മേടിച്ച് ആ വീടിന് കുറച്ച് വില കൂടിയപ്പോൾ അത് വിറ്റിട്ട് വീണ്ടും കുറച്ച് ഉള്ളേരിയേക്ക് പോയിട്ട് അടുത്ത വീട് മേടിച്ചു. ആ വീട് നിന്നുകൊണ്ട് തന്നെ ആ വീട് വിൽക്കാതെ അടുത്ത വീട് മേടിച്ചു. അപ്പൊ നിലവിൽ ഇവന്റെ കയ്യിൽ 2 വീടുകളുണ്ട്, ഒരു ട്രക്കും ഉണ്ട് കയ്യിൽ. അപ്പൊ ഇത്രയും സാധനങ്ങള് ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോ ഞാൻ ചോദിച്ചു, ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഏകദേശം എത്ര കയ്യിൽ വരും എന്ന് കണക്ക് കൂട്ടിയപ്പോ റഫ്ലി അവൻ പറഞ്ഞത് 2.5 കോടിക്കുള്ള സാധനം ഇവന്റെ കയ്യിലുണ്ട്. അവൻ ബാക്കി എക്സ്ചേഞ്ച് റേറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നം വന്നാലും 2 കോടി രൂപ ഇവന്റെ കയ്യിൽ അക്കൗണ്ടിൽ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവ 2 എന്ന് പറഞ്ഞാൽ ഇവന്റെ 3 ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നോട് അതേ പറഞ്ഞോളൂ, ദാറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഞാൻ അവനോട് പറഞ്ഞു, മോനെ 2 കോടി രൂപ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പലിശ അനുസരിച്ചിട്ട് നമുക്ക് ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു 1-1.25 ലക്ഷം രൂപ മാസം നമുക്ക് കിട്ടും FD ഇട്ട് കഴിഞ്ഞാല്. അപ്പൊ ആ ഒരു എമൗണ്ടും മതിയാവോ നിനക്ക് ജീവിക്കാൻ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ചേട്ടാ ഞാനിപ്പോ ഈ 3 മാസം ചെന്നാല് എനിക്ക് മാസം ഒരു 60,000 പോരാണ്ട് വരുന്നു പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, മോനെ നീ അങ്ങനെ പോവാണെങ്കിൽ നീ നാട്ടിലേക്ക് പോകാതിരിക്കാൻ നല്ലത്. കാരണം എന്താ വെച്ചാൽ എന്റെ മമ്മി അവിടെ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാ, എന്റെ പെങ്ങളും അവിടെ ജീവിക്കുന്നതാണ്. മാസം 60,000 രൂപയൊന്നും വേണ്ട ജീവിക്കാനായിട്ട്. അപ്പൊ നീ അത് വിട്, നീ കാനഡക്കാരനായിട്ട് ജീവിക്കാതെ ഒരു കേരളക്കാരനായിട്ട് നീ ജീവിക്കാൻ നോക്ക്. പോണത് രണ്ടാമത്തെ വശം. അപ്പൊ ഇവന്റെ ഭാര്യ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചെങ്കില്, നമ്മൾ നാട്ടിൽ പോയിട്ട് എന്തുകൊണ്ട് ചെയ്യാം, നാട്ടിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചോരം കുത്തിരിക്കാനോ നിങ്ങൾ പോണെന്ന് ചോദിക്കുന്ന വൈഫ്. അപ്പോൾ വൈഫിന് 2 ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചെങ്കിൽ, ഈ ഭർത്താവിന്റെ വീട്ടിൽ അത് നിന്നിട്ടില്ല. അപ്പൊ ആ ഒരു അവര് പറയുന്ന ഒരു മെയിൻ ആയിട്ട് പറയുന്ന കാര്യം പറഞ്ഞത്, ഈ ഇത്ര കാലം നമ്മുടെ ജീവിതത്തിൽ വേറെ ആരും ഇടപെട്ടിട്ടില്ല. ഇടയ്ക്ക് പേരൻസ് ഒന്ന് വന്ന് പോകുന്ന വെച്ച് കഴിഞ്ഞാലും ഇവര് ഇടപെടലുകൾ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ നാട്ടിൽ സ്ഥിരമായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറെ ആൾക്കാരുടെ ഇടപെടലുകൾ വരും. അപ്പൊ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും കാര്യങ്ങള് എന്നൊക്കെയാ പറയണേ. അപ്പോ അതൊക്കെയും അങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കാണ്. അപ്പൊ ഞാനോട് ചോദിച്ചു, എന്താണ് നിന്നെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ നാട്ടിലേക്ക് എന്നുള്ള ഇത് വന്നേ. അപ്പൊ അവൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഈ ഒരു 3 മാസം ചെന്ന് നിന്നപ്പോ ഭയങ്കരമായിട്ട് പേരൻസായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ, ആത്മബന്ധം കുറച്ച് കൂടി. കാരണം അവര് വയസ്സായി,
എന്നുള്ളത്. അവനോടും കൂടുതൽ അവൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവന്റെ അപ്പൻ ഭയങ്കര ഒരു കുറച്ച് റൂഡും ഒക്കെ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു അത്രേ. ഇപ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് പുള്ളി ഒതുങ്ങി. അത് മാത്രല്ല, പുള്ളി പോരാൻ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമയത്ത് ഓളിട്ട് കരഞ്ഞ് കൊളാക്കി എന്ന് പറഞ്ഞ ആള്. അപ്പോ ആള് പറഞ്ഞു പഴയ ധൈര്യമൊന്നും ഇല്ല ആൾക്ക്. ഇതായി. അപ്പോ എൻ്റെ അമ്മ പലപ്പോഴും കരയാറുണ്ട്. എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴും അമ്മ കിടന്ന് കരയും. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും ഊട്ടിക്ക് ടൂറ് പോയാലും അമ്മ കിടന്ന് കരയും. അതുകൊണ്ട് അമ്മയുടെ കരച്ചിൽ എനിക്ക് അത്ര അങ്ങോട്ട് എന്നെ അലച്ച് ഇതാക്കിയില്ല, എന്താ പറയാ, എന്നെ വിഷമിപ്പിച്ചില്ല. പക്ഷെ അപ്പന്റെ കരച്ചിൽ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇതായി. അത് എന്താണെന്ന് അറിയില്ല എനിക്ക് അങ്ങനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്, വയസ്സാവുമ്പോ തീർച്ചയായിട്ടും പേരൻസിന് പഴയ ധൈര്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അവർക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഒറ്റ മോനാ. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെക്ക് തന്നെ അവസ്ഥ എന്റെയും കാര്യങ്ങളൊക്കെ തന്നെ എന്ന് പറഞ്ഞ് അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞ കുറച്ച് കാര്യത്തിലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ നാട്ടിൽ പോകുമ്പോ ഒന്ന് അപ്പനമ്മേനെ നോക്കാൻ പോണു വളരെ നല്ല കാര്യം. പക്ഷെ നീ അവിടെ ചെല്ലുമ്പോ അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ച് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അവര് നിങ്ങളില്ലാതെ ഒറ്റയ്ക്ക് അവരുടെ റുട്ടീനിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്റെ വേറൊരു സുഹൃത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പേരൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അവസാനം 6 മാസം കഴിഞ്ഞപ്പോൾ ഇവര് ഫാമിലി ആയിട്ട് തിരിച്ച് ഇങ്ങോട്ട് കയറി പോന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞത് അവർക്ക് ശരിക്കും നമ്മുടെ ആവശ്യമില്ല. കാരണം അവര് സിമ്പിളായിട്ട് കാലത്ത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോണു, അവരവരുടേതായ ഒരു ഇതിലിങ്ങനെ ജീവിക്കുക. നമ്മളെ കൂടി ചെന്ന് കഴിയുമ്പോൾ അവര് നമ്മളെ കൺസിഡർ ചെയ്തിട്ട് വേണം ജീവിക്കാൻ. വയസ്സാം കാലത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടത്. അതുകൊണ്ട് നമ്മൾ കുറച്ചു നാളത്തെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു, അവർക്ക് അത്ര പ്രശ്നമില്ല അതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് ആ ഒരു കാര്യം പറഞ്ഞു, നിന്റെ പേരൻസിനെ നോക്കണ്ടെന്നല്ല പറയണത്, പക്ഷെ കൂടെ ഭാര്യയുണ്ട്, പിള്ളേരുണ്ട്, 2 പിള്ളേരുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെയും മാനേജ് ചെയ്യാൻ പറ്റണം നിനക്ക്. ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ അവന് വീട്ടില് നല്ല കാറ് കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളുണ്ട്, ഹോം ലോണൊന്നും ഇല്ല, എല്ലാം അടച്ചു കിട്ടിയിട്ടുണ്ട്, നല്ല വീടുണ്ട്. അപ്പൊ വേറെ കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഞാനൊരു എൻ്റെ ഒരു കണക്കില് ഒരു 1.25 ലക്ഷം രൂപ അവന് മാസം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ എമൗണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ബ്ലേഡ് കമ്പനി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. സിമ്പിളായിട്ട് നാഷണലൈസ്ഡ് ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവന് ഈ എമൗണ്ട് കിട്ടും. അവനതുകൊണ്ട് ജീവിക്കാൻ എൻ്റെ കണക്കൂട്ടൽ അവന് സാധിക്കേണ്ടതാണ്. ഞാനിക്കും ജീവിക്കുന്ന പോലെ ജീവിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ സാധിക്കും. ഇപ്പൊ എല്ലാ നേരവും ബിരിയാണിയും കഴിച്ചിട്ട് എന്താ പറയാ ഹോട്ടലിൽ ഭക്ഷണം മേടിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നടന്നൊന്നും വരില്ല. അല്ലാത്ത പക്ഷം ഒരു മലയാളിയായിട്ട് ഒരു മാന്യമായിട്ടുള്ള ഒരു ജീവിതമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് പുള്ളിക്ക് സാധിക്കും. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നീ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചെങ്കില് നീ അവിടെ നിന്റെ നാട്ടിലെ ആൾക്കാരെടുത്ത് നിനക്ക് വേണ്ടപ്പെട്ട വല്ല ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ അവരോട് ചോദിച്ചറിയാ മാസം എത്ര രൂപ ചെലവുണ്ട് നിനക്ക്, നിനക്ക് എത്ര രൂപ ഗ്രോസറിക്ക് വരുന്നുണ്ട്, എത്ര രൂപ ഇവിടെ മറ്റേ ഇന്റർനെറ്റ് വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ ഫ്യൂവലിന് പെട്രോളിന് എത്ര വരുന്നുണ്ട്, ഇൻഷുറൻസ് എത്ര വരുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണയില്ലേ. പിന്നെ നിന്റെ ഭാര്യയുടെ ചോദ്യം നമ്മളിന് എന്ത് ചെയ്യും എന്നുള്ളത്, നിങ്ങളൊന്നും ചെയ്യണ്ട. 15 വർഷമായിട്ട് പട്ടിപ്പണി എടുത്തിട്ട് അതിനുള്ള കോടികൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എവിടേക്കാണ്, പിന്നെ മക്കളൊക്കെ വലുതാകുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് പോരും. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം. അപ്പോ നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇനി വീണ്ടും വീണ്ടും കാശ് ഉണ്ടാക്കാൻ നിൽക്കണമെങ്കിൽ നിൽക്കാം. പക്ഷെ പിന്നീട് അപ്പം മരിച്ചതിന് ശേഷം പിന്നെ അയ്യോ പിയ്യോ കൊണ്ട് കിടന്ന് കരയേണ്ടി വരും. അങ്ങനത്തെ ആൾക്കാരും എനിക്കിവിടെ അറിയാം. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ഉണ്ടെന്ന് വെച്ചെങ്കില് കുറച്ചു കാലം അവരുടെ കൂടെ പോയിട്ട് നിൽക്കുക. പിന്നെ ഞാനോട് പറഞ്ഞു കാനഡയ്ക്ക് ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ രണ്ടുപേരും ഒന്നില്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സുമാർ ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ, വന്നിട്ടാണെങ്കിലും നമുക്ക് ട്രക്ക് ഓടിക്കാനായിട്ട് വലിയ പാടൊന്നുമില്ല. അപ്പൊ കുറച്ചു കാലം വേണമെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലേക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. ഞാനോട് പറഞ്ഞു ഇത്രയും പറയുന്ന എനിക്ക് ഇത് സാധിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെ വലിയ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ നാട്ടിലേക്ക് വന്ന് വരണമെന്ന്, പക്ഷെ സാധിച്ചിട്ടില്ല. അപ്പൊ സാധിക്കുന്ന നീ പൊക്കോ. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ പുള്ളി ചെയ്ത പോലെ വല്ല ബിസിനസ് കാര്യങ്ങള് ഒന്നിലേക്കും ഇറങ്ങരുത്. അവിടെ ചെന്ന് കഴിഞ്ഞാല് 15 വർഷമായിട്ട് നീ ആ നാട്ടുകാരനെ അല്ല, നീ പുതിയ ആളാണ്. കാണുന്ന എല്ലാവരും നോക്കി ചിരിക്കും, എല്ലാവരും സ്നേഹമുള്ള ആൾക്കാരാന്ന് വിചാരിച്ചിട്ട് കയ്യിലുള്ള കാശ് എടുത്ത് പൊട്ടിക്കരുത്. വെൽ പ്ലാൻഡ് ആയിട്ട് അടങ്ങി ഒതുങ്ങി മിണ്ടാണ്ട് നിൽക്കണം. അതിന് പറ്റുന്ന വെച്ചെങ്കിൽ മാത്രമേ ഈ പണിക്ക് നീ പോകണ്ടോ. കാരണം റിവേഴ്സ് മൈഗ്രേഷൻ പലരും ചെയ്യുന്നുണ്ട്. ഈ 100 പേര് ചെയ്യുമ്പോൾ 90 പേര് തിരിച്ചിങ്ങോട്ട് പോരുക, റബ്ബർ പോലെ പോയി അടിക്കുന്ന പോലെ തിരിച്ചിങ്ങോട്ട് പോരുകയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നന്നായിട്ട്
നീ അത് ശ്രദ്ധിച്ചോളോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 2-3 മാസത്തിനുള്ളിൽ പുള്ളി അങ്ങോട്ട് മിക്കവാറും ചേക്ക് കയറും. എന്നോട് സംസാരിച്ച് വെച്ചിട്ട് അങ്ങനെയാണ് 2-3 മാസത്തിന് പുള്ളി അങ്ങോട്ട് പോരും. അപ്പൊ എന്തായാലും ഈ വീഡിയോ അവൻ നന്നായിട്ട് കാണുന്നുണ്ടാവും. ഇത് കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ട് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇപ്പൊ അവിടെ നാട്ടിലത്തെ ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അറിയുള്ളൂ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആ ചെറുക്കന് പറഞ്ഞു കാണുന്ന വെച്ചെങ്കിൽ ദയവ് ചെയ്ത് കമന്റിൽ അടിച്ചു കഴിഞ്ഞാൽ അവനത് കാണും. അവൻ മാത്രമല്ല ഞാൻ കാണും. പിന്നെ കുറേ ആൾക്കാർ ഇതേമാതിരി നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പറ്റിയെങ്കിൽ ഒന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട് തന്നെയാ. അപ്പോ നമ്മളത് ഇവിടെ സിറ്റിസനാന്ന് പറഞ്ഞാലേക്ക് നമ്മള് രണ്ടാം ഗേറ്റിലുണ്ടായത് തന്നെയാന്ന് പറയില്ലേ, ആ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്തായാലും മറ്റൊരു വീണ്ടും കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ മാതിരി ശരി. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ട് ആർക്കെങ്കിലും ഉപകാരം കിട്ടുന്ന കാര്യങ്ങളാണെന്ന് വെച്ചെങ്കിൽ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിൽ ഒരു വോയിസ് ഇട്ടാൽ മതി. ഡീറ്റെയിൽഡ് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് കേട്ടിട്ട് നമുക്കത് എന്താ പറയുക ആൾക്കാർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ, അതിപ്പോൾ കാനഡത്തെ ആവണമെന്നില്ല, നാട്ടിലത്തെ ആവണമെന്നില്ല, ഏത് നാട്ടിലത്തെ ആയാലും കുഴപ്പമില്ല, നമുക്കത് പറയാനായിട്ട് യാതൊരു മടിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ശരി.